എല്ലാവർക്കും നമസ്കാരം. നമ്മള് പെരിങ്ങോട്ടുകരയുടെ ഒരു അഭിമാനമായ ഒരു നിമിഷത്തിലാണ് നീക്കൊണ്ടിരിക്കുന്നത്. കർഷകൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ നെഞ്ചിൽ തീ കോരിട്ട അവസ്ഥയിലുള്ള ഒരു ജനവിഭാഗമാണ്. കാരണം ഈ കാലാവസ്ഥയുടെ മാറ്റങ്ങളും പിന്നെ കൃഷിയിലുണ്ടായ മാറ്റങ്ങളും എല്ലാം കൊണ്ട് കർഷകർ വളരെ അധികം പ്രയാസത്തിലാണ്. ഇവിടെയൊക്കെ ഈ ഒരു കാലത്ത് സാധാരണ നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളായിരുന്നു. 2 പൂവാന് കൃഷി ചെയ്തിരുന്ന കാലങ്ങളുണ്ടായിരുന്നു ഇവിടെ. അതെല്ലാം മാറിയിട്ട് ഇന്ന് ആരും ആ കൃഷിയിൽ ഉൾനാടൻ കൃഷിയിലേക്ക് ആരും വരുന്നില്ല. ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് തൊട്ടടുത്ത വടക്ക് ഭാഗത്തുള്ള നിലങ്ങളെല്ലാം ഇവിടെ കൊളപ്പാണ്ടി എന്ന് പറയുന്ന ഒരു കൃഷി ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് അത് കൊണ്ടുപോകാൻ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയില് അതങ്ങനെ നിന്നുപോവുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ വിത്ത് അങ്ങനെ നശിച്ചുപോയി. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ പുല്ല് പിടിച്ചു കിടക്കുന്ന ഈ പാടം കണ്ട് സഹിക്കാതെ നമ്മുടെ സീന ജയശീലന് ഒരു മോഹം തോന്നിയിട്ട് തുടങ്ങിയ കൃഷിയാണ്. അത് മറ്റാർക്കും കഴിയാത്ത ഒരു രീതിയാണത്. കാരണം ആർക്കും കഴിയില്ല. കാരണം പുല്ല് പിടിച്ച് പ്രകൃതിയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യാൻ പറ്റുന്ന, മഴ പെയ്താൽ വെള്ളം മുങ്ങുന്ന, എന്നാൽ മഴ മുങ്ങാൻ വെള്ളമില്ലാത്ത ഈ ഒരു സ്ഥലത്ത് ഇപ്പോ 3-4 കൊല്ലമായിട്ട് വിവിധ രീതിയിലുള്ള കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ജൈവ രീതിയിൽ, പൂർണ്ണമായ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ്. കാരണം എന്താ വെച്ചാല് മറ്റുള്ള രീതികളെല്ലാം വളരെ വിപത്തുള്ള രീതിയിലേക്ക് മാറുന്നത് മനസ്സിലാകുന്നുണ്ട്. രാസവളങ്ങൾ, കീടനാശിനിയും ഇല്ലാതെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം മുന്നോട്ടിക്കൊണ്ട് നടത്തുന്ന ഒരു കൃഷിയാണ്. അനേകം കാലങ്ങളായി നാടൻ പശുവും മറ്റു കാര്യങ്ങളുമായിട്ട് നീങ്ങുന്ന സീന ജയശീലന് എങ്ങനെ വീണിച്ചാലും അത് കൂടുതലാവില്ല. ഈ വർഷം തന്നെ ഇപ്പൊ ആ കൃഷി ചെയ്തിട്ട് വളരെ നന്നായി വന്നു. ഞാനിങ്ങനെ സഹായിക്കും, ഉപദേശങ്ങളൊക്കെ കൊടുക്കും. അതെന്താ വെച്ചാല് ഒരു സുപ്രഭാതത്തിൽ മഴ കൊണ്ട് മഴ, കാറ്റ്, മഴ എല്ലാം അങ്ങനെ അലയടിച്ചു നിൽക്കുന്നു. ഞാൻ ഒരു ദിവസം അങ്ങനെ വന്നപ്പോ ഈ കതിര് വന്ന നെല്ലുകൾ മുഴുവൻ വെള്ളത്തിൽ. അതിന്റെ ഇടയിൽ 2-3 ആളുകൾ ഇറങ്ങി. ഞാൻ തറവൊന്ന് കഴിച്ചു. ആ വെള്ളത്തിൽ ഒന്ന് മറിയുന്നു. നോക്കിയപ്പോ എന്താ വെച്ചാൽ വീട്ടിൽ നെല്ലിനെ മുഴുവൻ കുറ്റിയെടുത്ത് കെട്ടാണ്. ആർക്കാണ് കഴിയുക? നമുക്ക് ആർക്കെങ്കിലും കഴിയൂ? എനിക്ക് കഴിയില്ല. നിങ്ങൾക്ക് അതിൽ കഴിഞ്ഞുള്ള വിശ്വാസം ഇരിച്ചിട്ട്. കാരണം ഒരു ദിവസം കൊണ്ടല്ല ഇത്രയും സ്ഥലം നെല്ലുകൾ കൂട്ടമായിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങളായി ഭാഗിച്ച് അത് വിട്ട് കൊണ്ട് എത്ര കൂട്ടം ഒന്നിച്ചില്ല ആഴ്ച 2-3 ആളുകൾ കഴിഞ്ഞ് തലയിട്ട് പോകുന്ന സ്ഥലമാണത്. അതുകൊണ്ട് ഒരു പുതിയ തരം വിത്ത്, ബ്ലാക്ക് റൈസ് എന്ന വിത്ത് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് കൃഷി ചെയ്തത്. 1 കിലോത്തിന് 500 രൂപയും അതിന്റെ ട്രാൻസ്പോർട്ടിങ്ങും വേറെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ചെയ്തത്. 1 ഗ്രാം പോലും രാസവളമോ കീടനാശിനിയോ ഉപയോഗിക്കാതെ മാതൃകാപരമായി കൃഷി ചെയ്ത് കൃഷിയാണിത്. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ? ആ നെല്ല് വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിമനോഹരമായിരുന്നു. അതിന്റെ വളർച്ചയും എല്ലാം വളരെ മനോഹരമായിരുന്നു. പക്ഷെ നമ്മുടെ പ്രകൃതി അത് നമ്മളെ ശിക്ഷിച്ചത് കൊണ്ട് അതിന്റെ ഭംഗിയൊക്കെ പോയി അങ്ങനെ ആകപ്പാടെ ഇങ്ങനെ അവസ്ഥയിലാണ്. അപ്പൊ എന്തായാലും ഈ ഒരു അവസരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം. നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രിയങ്കരിയായ പഞ്ചായത്ത് പ്രസിഡന്റ്, എവിടെയും ഓടിയെത്തുന്ന ഞങ്ങൾ പറയുന്നത് പറക്കുന്ന ഒരു പക്ഷിയായ പ്രസിഡന്റിന് ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. അതുപോലെ നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ അംഗീകാരം ഏറ്റവും വലിയ ഉദ്യോഗസ്ഥയാണ്. ഇതിനു മുമ്പ് പല പരിപാടികളിലും പങ്കെടുത്ത് കണ്ടിട്ടുണ്ട്. വളരെ ആക്റ്റീവായ മേഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ വാർഡിന്റെ മെമ്പറായ സദാനന്ദൻ ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുകയും വേണ്ട സഹായം സ്കൂളൊക്കെ വേണ്ടി അങ്ങനെ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മെമ്പർക്ക് ഞാൻ സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ രഹന മേഡം, ഞാൻ കാലത്തന്നവരോട് ഒരു സൂചന നൽകിയിട്ടുണ്ട്. കാരണം ആ കിഴക്കണയിൽ ഒരു അത്താണി വീണിട്ട് അതൊന്ന് പോക്കാൻ വഴിയെന്ന് ചോദിച്ചിട്ടുണ്ട്.
കാരണം ഒന്നോ പഴയ ലേഖനത്തില്ല. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ഈ പഞ്ചായത്ത് വളരെ ആക്റ്റീവായ ആളുകളാണ്. എവിടെയും ഓടിയപ്പോഴും അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ മെമ്പർ മീന അതുപോലെ തന്നെ വേഗത്തിൽ ഇങ്ങനെ നടക്കുന്നതാണ് വണ്ടി അപ്പൊ നിരന്തരമായി നടക്കും എല്ലാ സ്ഥലത്തും ഇടയ്ക്ക് പല കാര്യങ്ങൾക്കും വിളിക്കും. അപ്പൊ അങ്ങനെ വളരെ ആക്റ്റീവായ മെമ്പറാണ്. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ അതിന്റെ നമ്മുടെ പഞ്ചായത്തിന്റെ അവിടേക്ക് എത്തുന്നല്ലോ പ്രോട്ടോകോളുകളുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ കാർഷിക മേഖലയെ ഉയർത്തിപ്പിടിക്കാൻ ശക്തനായ നമ്മുടെ കൃഷി ഓഫീസറെ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ അതിനേക്കാളും ഉപരിയായിട്ട് ഒരു അധ്യാപിക എന്ന നിലയിൽ കൂടി അല്ലാതെ ഒരു കർഷക മനസ്സോടുകൂടി വന്ന നമ്മുടെ സ്കൂളിലെ ഗവൺമെന്റ് മോഡൽ LP സ്കൂളിലെ ടീച്ചറ് അവര് അങ്ങോട്ട് കൃഷിയുടെ ആ നാട് നടക്കുന്ന ദിവസവും ഇതുപോലെ തന്നെ ടീച്ചർ അടക്കം മറ്റേ കൃഷി വേഷത്തിൽ വന്നു വന്നിരുന്നു എന്ന് ഓർമ്മ. അവരുടെ ടീച്ചർമാരൊക്കെ കുട്ടികളെ ഈ കൃഷി കാണിക്കുക. ഇപ്പൊ നമ്മൾക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഐഡിയ ഒന്നാണ് കിട്ടാന്ന് വെച്ചാൽ ഓഗസന്റെ കടയെന്ന് പറയുന്ന കുട്ടികൾ നെല്ല് ഒന്നാ കിട്ടാൻ ചോദിച്ചാൽ അറിയില്ല. അപ്പൊ അവര് നെല്ല് പരിചയപ്പെടുത്തുകയും കൃഷി എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നേരായ രീതിയിൽ വിദ്യാഭ്യാസം പിള്ളേരെ കൊണ്ട് കൊട്ടുന്നൊക്കെ ചെയ്യുന്ന നമ്മുടെ സ്കൂളിലെ ടീച്ചറും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള മറ്റു ടീച്ചർമാരും എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. കൂടാതെ ഇവിടെ വന്നിട്ടുള്ള കർഷക മനസ്സുള്ള അല്ലെങ്കിൽ ഈ കൃഷി കാണാനോ അല്ലെങ്കിൽ അതിനെ തൊഴിലുത്സവത്തിൽ പങ്കെടുക്കാനോ വേണ്ടി ഇവിടെ വളരെയധികം സന്തോഷത്തിൽ ആഹ്ലാദത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അധ്യക്ഷനായിട്ട് ഇവിടെ 6ാം വാർഡ് മെമ്പർ വിലാസദാനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.